NABHൻ്റെ 100 സ്റ്റാൻഡേർഡ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ 100 സ്റ്റാൻഡേർഡ്സിലുമായിട്ട് 639 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളിൽ 105 കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളുണ്ട്. ഏകദേശം 1/6 കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളാണ്. നമ്മൾ MOM3 എടുക്കുമ്പോൾ അതിൽ മൊത്തം 7 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ 4 കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റായ വളരെ ഒരു ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സ്റ്റാൻഡേർഡാണ് MOM3. ഒരു അച്ചീവ്മെൻറ്റും 2 കമ്മിറ്റ്മെൻറ്റുമാണ് പിന്നീട് അതിലുള്ളത് 7 എണ്ണത്തിൽ. മെഡിക്കേഷൻസ് ആർ സ്റ്റോർഡ് അപ്രോപ്രിയറ്റ്ലി ആൻഡ് അവൈലബിൾ വെയർ റിക്വയർഡ്. സ്റ്റാൻഡേർഡിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ 7 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകൾ വേണം. ആ സ്റ്റാൻഡേർഡ് MOM3 മെഡിക്കേഷൻസ് ആർ സ്റ്റോർഡ് അപ്രോപ്രിയറ്റ്ലി ആൻഡ് ആർ അവൈലബിൾ വെയർ റിക്വയർഡ്. നമ്മുടെ ഹോസ്പിറ്റലിൽ വളരെ ക്ലീനായിട്ടുള്ള സെക്യൂറായിട്ടുള്ള സ്ഥലത്ത് വളരെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് നമ്മളുടെ ഇൻവെൻട്രിയെ ബേസ് ചെയ്ത് മെഡിസിൻസ് സ്റ്റോർ ചെയ്യണം എന്നതാണ് ഈ ഒരു സ്റ്റാൻഡേർഡിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ലുക്കലേക്ക് സൗണ്ടലേക്ക് ഹൈറിസ്ക് മെഡിസിൻസ് ഓർഗനൈസ് ചെയ്യുന്നതിന് കൃത്യമായ പ്ലാനിങ് നമുക്കുണ്ടാവണം. ഹൈറിസ്ക് മെഡിസിൻസിൻ്റെ അലോക്കേഷൻസ് ഫാർമസിയിൽ അത് അവൈലബിൾ ആക്കുന്ന രീതിക്ക് ഡോക്യുമെൻറ്റഡ് സപ്പോർട്ട് ഉണ്ടാവണം. ഹൈറിസ്ക് മെഡിസിൻസിൻ്റെ കൂടെ തന്നെ സൗണ്ടലേക്ക് ലുക്കലേക്ക് മെഡിസിൻസ് സ്റ്റോർ ചെയ്യുന്നതിനും ഹാൻഡിൽ ചെയ്യുന്നതിനും കൃത്യമായ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവണം. എമർജൻസി മെഡിസിൻസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് അത് വളരെ യൂണിഫോം ആയിരിക്കണം. ഏത് സെഷനിൽ ചെന്നാലും നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിലും എമർജൻസി മെഡിസിൻസ് സ്റ്റോർ ചെയ്യുന്നതിന് ഒരു യൂണിഫോം ആയിട്ടുള്ള പാറ്റേൺ ഉണ്ടാവണം. അത് ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം. ഓരോ സ്ഥലത്തും ഓരോ രീതി ആയിരിക്കരുത്. സ്റ്റാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുമ്പോൾ എമർജൻസി മെഡിസിൻ എമർജൻസി ആയിട്ട് തന്നെ എടുക്കാനും ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റണം. ആ എമർജൻസി മെഡിസിൻ കൃത്യമായി റീഓർഡർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പർച്ചേസുകളെ കറക്റ്റാക്കി ഔട്ട് ഓഫ് സ്റ്റോക്ക് ഉണ്ടാകാതിരിക്കത്തക്ക വിധത്തിൽ പർച്ചേസുകൾ വ്യക്തമായി നമ്മുടെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് വളരെ കൃത്യമായ ഇൻവെൻട്രി കൺട്രോളിൽ കൂടെ കൊണ്ടുപോകണം. സോ ക്ലിനിക്കൽ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് മരുന്നുകൾ സൂക്ഷിക്കേണ്ടത്. ലുക്കലേക്ക് സൗണ്ടലേക്ക് ഡിഫറെൻ്റ് ഏരിയയിൽ വേണം. ഒരേ മരുന്നിൻ്റെ ഡിഫറെൻറ്റ് സ്ട്രെങ്ത് ഉള്ളത് ഒരുമിച്ച് വയ്ക്കാൻ പാടില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊസിഷൻസ് കീപ്പ് ചെയ്യണം. ഇങ്ങനെ 7 ഒബ്ജക്ട്സ് നമുക്ക് മാനേജ് ചെയ്താൽ MOMൻ്റെ 3ാമത്തെ സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് നമ്മുടെ ഫാർമസി സർവീസസിലും മെഡിക്കേഷൻ മാനേജ്മെൻറ്റിലും കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. മെഡിക്കേഷൻസ് ആർ സ്റ്റോർഡ് അപ്രോപ്രിയറ്റ്ലി ആൻഡ് ആർ അവൈലബിൾ വെയർ റിക്വയർഡ്. MOM3.